മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ദീന് ഈ രൂപത്തിൽ വികലമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പറയുന്നതിന്റെ പിന്നാലെ പോയാൽ കഴിഞ്ഞു കഥ. റബീഉൽ അവ്വൽ വന്നിട്ടില്ല, അപ്പോഴേക്ക് ബേജാറ് കുടുങ്ങിയില്ല. അവർക്ക് ക്യാമ്പയിൻ വെക്കാൻ തുടങ്ങി, മുഖാമുഖം വെക്കാൻ തുടങ്ങി. എന്താ ഈ ബേജാറിന്റെ കാരണം അറിയോ നിങ്ങൾ? ഇതിന് അടിസ്ഥാനപരമായ ഒരു കാരണമുണ്ട്. അത് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. അതെന്താ? ഹബീബായ നബി തങ്ങൾ ഏത് ഖൽബിൽ ജീവിക്കുന്നുണ്ടോ ആ ഖൽബിൽ ബിദ്അത്തിന് കടന്നു വരാൻ കഴിയില്ല. മുത്തുനബി ജീവിക്കുന്ന ഒരു ഖൽബിലേക്ക് ബിദ്അത്തുകാരന് കടന്നു വരാൻ കഴിയില്ല. അവന്റെ ആശയം ആ ഖൽബിലേക്ക് കടക്കൂല. ഇതറിയാം ഇവിടുത്തെ വഹാബിക്ക്, ഇതറിയാം ഇവിടുത്തെ മുജാഹിദുകാരന്, ഇതറിയാം ഇവിടുത്തെ തബ്ലീഗുകാരന്. ഇതറിയുന്നത് കൊണ്ട് ഈ നബിദിനം കഴിക്കുന്നവർക്ക് റസൂലുള്ളാഹിനോട് മഹബ്ബത്ത് ഉണ്ടാകും. അവരുടെ ഖൽബിൽ മുത്തുനബി ഉണ്ടാകും. മുത്തുനബിയുള്ള ഖൽബിലേക്ക് ഇബ്ലീസ് കൊണ്ടുവന്ന ബിദ്അത്തിന്റെ പ്രസ്ഥാനങ്ങൾക്ക് കടക്കാൻ പറ്റൂല. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഖൽബിൽ നിന്ന് റസൂലുള്ളാഹിനോടുള്ള മതിപ്പിനെ ഒഴിവാക്കണം. റസൂലുള്ള ഖൽബിൽ നിന്ന് ഇറങ്ങിപ്പോയ ബിദ്അത്തിന് കയറിക്കൂടാൻ ഒരു പ്രയാസമില്ല. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാണ് റസൂലുള്ളാഹിന്റെ പേരിലുള്ള മൗലിദ് നടത്താൻ പാടില്ലെന്ന് ഇതുപോലെ മുഖാമുഖങ്ങളും ഇതുപോലെയുള്ള ക്യാമ്പയിനും നടത്തിയിട്ട് ഒരു വിഭാഗം ഗ്രാമാന്തരം റോന്തു ചുറ്റുന്നത് എന്ന് സാമാന്യ ബുദ്ധിയോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അല്ലേ? അത് തന്നെയാണ്. മുത്തുനബിയുള്ള ഖൽബിലേക്ക് ഒരു ബിദ്അത്തും കടക്കൂല, ഒരു ബിദ്അത്തും കടക്കൂല. അപ്പൊ റസൂലുള്ളാഹിനെ അങ്ങോട്ട് മാറ്റണം. നബിദിനം പറ്റൂല, എന്നാ പറ്റൂല. നബിദിനം എന്ന് പറഞ്ഞത് റസൂലുള്ളാഹിനെ കൊണ്ടെടുക്കാന്ന് പറഞ്ഞത് മൗലിദ് നടത്തിയിട്ടല്ല, നബിദിനം നടത്തിയിട്ടല്ല. അങ്ങനെ നിക്കരിച്ചലാണ്, ഇങ്ങനെ നിക്കരിച്ചലാണ്. ആരെപ്പത് വേണ്ടെന്ന് പറഞ്ഞത്? നിങ്ങളൊന്നും ഇനി പള്ളികൾക്ക് വരണ്ട, നിങ്ങളൊന്നും ഇനി നിക്കരിച്ചണ്ട, നിങ്ങളൊരു സെബീനി ആയിട്ട് വീട്ടിൽ കുത്തിർന്ന് മൗലൂദ് ഇങ്ങനെ ഒരിയാ മതി. ആരാ ചങ്ങായിമാരെ ഇവിടെ പറയണത്? ഹബീബായ മുത്തുനബി ഖൽബിലുണ്ടെങ്കിൽ അവരിൽ റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഉണ്ടാവും. അവർക്ക് നിസ്കാരം ഉണ്ടാവും, അവർക്ക് നോമ്പുണ്ടാവും, അവർക്കെല്ലാം ഉണ്ടാവും. അവരോട് കഴിയുന്ന രൂപത്തിലൊക്കെ അവർ ചെയ്യും.